ഈശോയുടെ കുരിശുയാത്രയിൽ ശിമയോൻ കടന്നു വരുന്നത് യാദൃശികമായാകാം. പക്ഷേ അതിൽ വലിയൊരു ദൈവിക പദ്ധതിയുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഒറ്റയ്ക്ക് ആ കുരിശ് ചുമക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും അവിടുന്ന് ഒരു മനുഷ്യന്റെ സഹായം സ്വീകരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ എല്ലാ ബലഹീനതകളും ഏറ്റെടുക്കാനാണ്. കുരിശിന്റെ ഭാരത്താൽ തളർന്ന ഈശോ ശിമയോന്റെ സഹായം സ്വീകരിച്ചപ്പോൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സഹായം ചോദിക്കുന്നത് കുറച്ചിലല്ല എന്നാണ്. പലപ്പോഴും അമിതമായ അഹങ്കാരം കാരണം നമ്മൾ സഹായങ്ങൾ നിരസിക്കാറുണ്ട്. ബൈബിൾ പറയുന്നത് പട്ടാൾക്കാർ ശിമയോനെ കുരിശ് വഹിക്കാൻ നിർബന്ധിച്ചു എന്നാണ്. തുടക്കത്തിൽ അയാൾക്കത് ഇഷ്ടക്കേടായിരുന്നിരിക്കാം. എന്നാൽ ആ കുരിശ് ചുമന്നുകൊണ്ട് ഈശോയുടെ കൂടെ നടന്നപ്പോൾ അയാളുടെ ഉള്ളം മാറി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ, കുടുംബം, ജോലി, രോഗികളെ ശുശ്രൂഷിക്കൽ ഒരു നിർബന്ധമായി നമുക്ക് തോന്നാം. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് അത് ചെയ്യുമ്പോൾ ആ ഭാരം ഒരു അനുഗ്രഹമായി മാറും. ഈശോ പറയുന്നു, ഏറ്റവും എളിയവരായ എൻ്റെ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കുക. ആരുടെയെങ്കിലും കുരിശ് ഒന്ന് താങ്ങാൻ നമുക്ക് സാധിക്കുമോ? ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സാമ്പത്തിക സഹായം, തളർന്നിരിക്കുന്നവനെ കേൾക്കാൻ കുറച്ച് സമയം, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ കുരിശ് താങ്ങൽ. നാം മറ്റൊരാളുടെ ഭാരം ലഘൂകരിക്കുമ്പോൾ ദൈവം നമ്മുടെ കുരിശുകളെ ലഘൂകരിക്കുന്നു. അങ്ങനെ പരസ്പരം സഹായിച്ചും സഹായം സ്വീകരിച്ചും വേണം നാം സ്വർഗ്ഗത്തിലേക്ക് യാത്ര ചെയ്യാൻ എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനായി ക്രൂശിതൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.